നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വഴിതെറ്റി നടന്ന ഒരു കുട്ടിയാ. പതുക്കെ പതുക്കെ നന്നാക്കി എടുക്കണം. കുതറും, കുഴപ്പമുണ്ടാക്കും. പക്ഷെ എന്നാലും പിടിച്ചു നിർത്തണം. എന്നിട്ട് ഒരു ദിവസം യതി സാറിനോട് പറയണം, സാറ് പറഞ്ഞതുപോലെ ഇതാ നിൽക്കുന്നു സാറിന്റെ നല്ലവനായ മോനെന്ന്. സാർ കുറെ നേരമായോ വന്നിട്ട്? ഇല്ല മോളെ, ദീപ വന്നേ ഉള്ളൂ. നടുക്കടലിൽ തുഴയാൻ ആരുമില്ലാത്തൊരു വഞ്ചി പോലെയായിരുന്നു അവന്റെ ജീവിതം. വഴിതെറ്റി അവന്റെ ജീവിതത്തിലേക്ക് വന്നതാണെങ്കിലും ആ തുഴ നിന്റെ കയ്യിൽ ഞാൻ എടുത്തു തന്നു. ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അത് കരയ്ക്കെത്തും. അവൻ നിന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞത് ഇഷ്ടക്കുറവ് കൊണ്ടൊന്നല്ല, ഇഷ്ടക്കൂടുതലും ഉണ്ടാവും. മറ്റുള്ളവരുടെ സംസാരം കേട്ട് മോള് വേദനിക്കാതിരിക്കാൻ വേണ്ടിയാ. എനിക്കറിയാം സർ. തിരിച്ചു വന്ന് കയറിയില്ലേ, മുകളിലേക്ക് പോയി നീ എഴുതി വെച്ച എഴുത്തും കൊണ്ട് വന്നിട്ട് ചങ്ക് പൊട്ടുന്ന രീതിയിലായിരുന്നു അവന്റെ സംസാരം. ജീവിതത്തിലെ അവസാനത്തെ പ്രതീക്ഷയും നശിച്ച പോലെ. എനിക്ക് ഉറപ്പാ മോളെ, അവൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നീയില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. ഇന്നും മോൾ അവന്റെ കൂടെ ഉണ്ടാവും. ഇവിടെ നടന്ന ബഹളങ്ങളും പൊട്ടിത്തെറികളും ഒന്നും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കരുത്. ഞാൻ സുഗരി സാറിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. എനിക്ക് ഇനി അങ്ങനെ പോകാൻ പറ്റില്ല. എന്റെ ജീവിതം ഇനി ഇത് തന്നെയാ സർ. ഞാൻ 1000 പ്രാവശ്യം മനസ്സിനോട് ചോദിച്ചിട്ടും ഒരുത്തരം എനിക്ക് കിട്ടുന്നില്ല. ഇനി ഞാൻ പോകുന്നില്ല. അച്ഛൻ ആഗ്രഹിച്ച ഏറ്റവും നല്ല വാക്കാ മോളിപ്പോ പറഞ്ഞത്. മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് അച്ഛനിപ്പോ. ചെല്ല്, അവന്റെ അടുത്തേക്ക് ചെല്ല്. ദൈവം തന്ന മോളാണിത്. ഇതെന്താ സാറേ കാണിക്കുന്നേ? ഒന്നുമില്ല. സാറ് കള്ളോടിക്കാനുള്ള ഒരുക്കാണോ? ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാനും കുടിക്കും. അതെ, ഞാൻ അറിയാതെ താൻ ഇതിനെടുത്ത് കുടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇതിന്റെ ഓരോ അളവും കൃത്യമായിട്ട് എഴുതി വെക്കുന്നത്. ഇതാ കണ്ടോ, ഇതില് 5 പെഗ്, ഇതില് 6 പെഗ്, ഇതില് 3. കൃത്യമായ കണക്കേ എനിക്കുണ്ട്. ചിരിക്കണ്ട. അതെ, മദ്യപിക്കാനുള്ള ആഗ്രഹം ഒരാൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ അയാളത് കുടിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, കുടിയന്മാരുടെ സൈക്കോളജിയാ. അല്ല, ഇതെന്തിനാ സാർ ഇങ്ങനെ എഴുതി വെക്കുന്നേ? നമുക്ക് 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് അടിച്ചങ്ങ് തീർക്കാന്നേ. കാര്യമായിട്ടാണോ പറയുന്നത്? പിന്നല്ലാതെ. ഭർത്താവ് ഒരു കാര്യം ചെയ്താൽ ഭാര്യ അതിന്റെ കൂടെ നിന്നല്ലേ പറ്റൂ.
അതുകൊണ്ട് സാർ ഇനി ഒരു പെഗ് എടുത്താൽ ഞാനും കൂടി അടിക്കും. സത്യമായിട്ട് അടിക്കും. എന്താ താൻ കാണിക്കുന്നത്? അല്ല സാറേ, ഇതിലേതാ ഉഗ്രൻ? ഉഗ്രനോ? ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോ നല്ല കടുപ്പത്തിൽ തുടങ്ങണ്ടേ? എനിക്ക് ഫോറിൻ മദ്യമൊന്നും അത്ര പരിചയമില്ല. നാടൻ മദ്യം പരിചയമുണ്ടോ? പിന്നെ നാട്ടുമ്പുറത്തൊക്കെ നല്ല കള്ളു കിട്ടും, അല്ലെങ്കിൽ നല്ല വാറ്റ് ചാരായം കിട്ടും. അതൊക്കെ ഈസി ആയിട്ടങ്ങ് പോവും. താനും ചുമ്മാരിക്കുന്നുണ്ടോ? ഒരുമാതിരി കള്ളുകൂടിമാരെ പോലെ. പിന്നല്ലാതെ കള്ളുകൂടിയന്റെ ഭാര്യ കള്ളുകൂടിയെത്തി, അങ്ങനെയല്ലേ വേണ്ടത്? ചുമ്മാ തരണം ഒഴുക്കി സാറേ, നമുക്കങ്ങ് കഴിക്കാം. ചുമ്മാറുന്ന അഭ്യാസം കാണിക്കില്ലേ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 പേര് അകത്ത് ചെന്നാലേ താൻ ഇവിടെ നിന്ന് തല കുത്തിന്ന് പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങും. ആ, ഇത് കുടിക്കുന്നതേ അത്ര ഈസി ആണെന്നാണോ കരുതിയിരിക്കുന്നത്? അതിനൊക്കെ ഒരു ഗഡ്സ് വേണം. ഈ ഒരു കുപ്പി മുഴുവൻ അകത്തോട്ട് ചെന്നാലും അനങ്ങാതിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അതൊന്നും തന്റെ ഈ തടി കൊണ്ട് പറ്റത്തില്ല. എന്താ പറ്റാത്തത്? സാറിന്റെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്ക്. AC മുറിയിൽ നിന്നിറങ്ങിയാൽ AC കാറിലേക്ക്, AC കാറിൽ നിന്നിറങ്ങിയാൽ AC ഓഫീസിലേക്ക്. അങ്ങനെ ACയിലിട്ട് മാത്രം തണുപ്പിച്ചെടുക്കുന്ന തടിയല്ലേ സാർ? പക്ഷെ എന്റെ തടിയൊന്ന് നോക്കിയേ. പാടത്തും പറമ്പിലും പണിയെടുത്തിട്ടുണ്ട്, തെങ്ങ് കയറിയിട്ടുണ്ട്, ട്രാക്ടർ ഓടിച്ചിട്ടുണ്ട്, പിന്നെ 24 മണിക്കൂറും അടുക്കളയിൽ കിടന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഒരു പണിയും ചെയ്യാതെ ACക്ക് താഴെ ഇരിക്കുന്ന സാറിനെ കൊണ്ട് ഇത് പറ്റുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും അധ്വാനിക്കുന്ന എന്നെ കൊണ്ട് എത്ര പറ്റുമെന്നാ കരുതിയിരിക്കുന്ന? ഏടാ മോനെ സൂര്യ, വാശിയാണെങ്കിലേ എനിക്കും വാശിയാ. ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നത് മോനൊന്നടിച്ച ഞാനൊന്നടിക്കുന്ന. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, മോനാ കുപ്പിയിൽ ഒന്ന് തൊട്ട ഞാൻ 1 അല്ല 2 അല്ല 3 അല്ല 4 അടിക്കും. കേട്ടോ സാറേ? സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പൊ തന്നെ അടി തുടങ്ങാം. സത്യമായിട്ടും വേണ്ട. വേണ്ട. ആ, അങ്ങനെ ഭയം വേണം. അപ്പൊ എങ്ങനെയാ കരാറ്? സാറ് കുപ്പി എടുത്താൽ ഞാനും എടുക്കും, സാറ് കുപ്പി തുറന്നാൽ ഞാനും തുറക്കും, സാറടിച്ചാൽ ഞാനും അടിക്കും. ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് കിടക്കാം.